ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെറുപയർ വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ചെറുപയർ വെച്ചിട്ട് നിങ്ങൾ കറികളൊക്കെ വെച്ച് മടുത്തെങ്കിൽ വീട്ടിലിപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരുപാട് ചെറുപയർ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു മഴക്കാലത്തൊക്കെ നമുക്ക് കുറിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചെറുപയർ ഞാൻ 8 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. 8 മണിക്കൂറിൽ കൂടുതലാവണ്ട കേട്ടോ. എൻ്റേതിപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട് കുതിർത്തത്. കൂടിപ്പോയാൽ ചെറുതായിട്ട് മുള വരുന്ന ആ ഒരു രൂപത്തിലാവും, അങ്ങനെ ആവരുത്. 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം ചെറുപയർ നന്നായിട്ട് കഴുകിയ ശേഷം അതിലുള്ള വെള്ളമൊക്കെ വാർന്ന് പോയിട്ട് ഇതുപോലെ ഒരു തുണിയിൽ വെച്ചിട്ട് നമുക്ക് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കണം കേട്ടോ. ഇനി വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് വെച്ചിട്ട് കുറച്ച് സമയം വെയിൽ കൊള്ളിച്ചെടുത്താൽ മതി, ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി ചെറുപയർ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് തുണിയിൽ വെച്ചിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറുപയറൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം നമ്മൾ കുതിർത്ത് കഴുകി തുടച്ചെടുത്തിട്ടുള്ള ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറുപയർ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പതഞ്ഞ് വരും, അത് പ്രശ്നമാക്കേണ്ട. പിന്നെ ആ പതയൊക്കെ പോയിട്ട് ചെറുപയർ ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചെറുപയർ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. റെഡിയായി വരുന്ന സമയത്ത് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ ദാ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ള എല്ലാ ചെറുപയറും എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ചെറുപയറും ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 വട്ടം ഇട്ടിട്ടാണ് എണ്ണയിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറുപയർ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് 4 5 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് തൊലിയോട് കൂടി ഒന്ന് ചതച്ചിട്ട് ഇട്ടിട്ട് അതും ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചിട്ട് ഈ ചെറുപയറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, തൊലിയോട് കൂടി ചതയ്ക്കുക, അതാവും കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. കറിവേപ്പില റെഡിയായി വന്നാൽ ഇതും കൂടി എണ്ണയിൽ നിന്ന് കോരിയിട്ട് നമുക്ക് ഈ ചെറുപയറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്, ഇതൊന്നും കൂടി ഒന്ന് ടേസ്റ്റിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ വാങ്ങി വെക്കുന്ന സാമ്പാർ കായ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചെറുപയർ വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി തയ്യാറായിട്ടുണ്ട്. ഇതിങ്ങനെ കുറച്ച് ദിവസമൊക്കെ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കുറിക്കാനും വൈകുന്നേരമൊക്കെ ചൂട് കട്ടനൊപ്പൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചാൽ മതി. മക്കളൊക്കെ ഇങ്ങനെ വന്ന് ഇടയ്ക്ക് എടുത്ത് തിന്നോളൂ. അങ്ങനെ നമ്മുടെ ചെറുപയറൊക്കെ ഒരുപാടുണ്ടെങ്കിൽ വെറുതെ വേസ്റ്റായി പോവില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻസായിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇതുപോലത്തെ ഈസി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.